ഇതാ കണ്ടോ, നല്ല അടിപൊളി ഫ്രഷ് ഒരു ആവോലി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ആവോലി കാന്താരിയാണ്. അപ്പം എൻ്റെ കൂടെ സന്തോഷേട്ടാവരി സന്തോഷേട്ടുണ്ട്. അപ്പോൾ സന്തോഷേട്ടൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ, നമ്മളെ കൂടെ ആട് ഷവർമേൽ ഉണ്ടായിരുന്നതാണ് സന്തോഷേട്ടൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് ഈ ആവോലി കാന്താരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. വരിഞ്ഞാല് മസാല ഉള്ളിലേക്ക് പിടിക്കും. അപ്പൊ നമുക്ക് ആദ്യം വരിക നല്ല പോലെ വരിക. ഇങ്ങനെ ഇങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാല് നല്ല മസാല കയറും. നമ്മളെ കാന്താരി മുളകും പിന്നെ ഒരു പച്ച കുരുമുളകും കൂടി കൂടിയിട്ടുള്ള ഒരു മസാല. ഇത് വേറെ പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാല് നമ്മളിത് പാചകം വേറെ രീതിയിലാ, ഈ ഒരു മോഡലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതെ, അതിക്കുള്ള മസാലേൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറയണേ. നല്ല പച്ച കുരുമുളകും കണ്ടില്ല, ഞാൻ ഇപ്പം മരത്തിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന പച്ച കുരുമുളകും അതുപോലെ തന്നെ കാന്താരി മുളകും കൂടി കൂട്ടിയിട്ടുള്ള അടിപൊളി ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ ഇതിക്ക് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ആ മസാല ഞാൻ ഇപ്പം ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറഞ്ഞ മസാലക്കൂട്ട് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂട്ടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കട്ടെ നമുക്ക്. ഇതിപ്പോൾ നല്ല കാന്താരി മുളകും പച്ചക്കുരുമുളകും കൂടി അരച്ച് കൊണ്ടുവന്നു, നല്ലോണം ഞാൻ മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവന്നാണ്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇതിക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇങ്ങനെ കൂട്ടാം, കുറച്ച് മതി, കളറിനാണ്, അത് മതി. പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിന്. പിന്നെ നമ്മളതിൽ ചേർക്കണ വെള്ളമല്ല, ഇത് മിക്സാക്കാൻ നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കണേ. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. അതിപ്പോൾ തന്നെ കണ്ടോ, ആ ഒരു വെളിച്ചെണ്ണേൻ്റെയും ആ ഒരു കാന്താരീൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അടിപൊളി വാസനയാണ് വരുന്നത്. അപ്പോൾ മസാല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടരാം, നിങ്ങൾ തേച്ചോളി. നല്ല ഇങ്ങനെ ഇങ്ങോട്ട് തേച്ചോളി. എൻ്റെ കൈ കൊണ്ട് എന്താ വെച്ചാലേ നീറും. അമ്മാരി കാന്താരി മുളകാണ് ഇതിൽ ചേർത്ത് നല്ലപോലെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് എൻ്റെ മക്കളെ, ഇത് നമുക്ക് ഇനി വേറെ സംഭവം ചെയ്യാനുള്ളേ. നല്ലപോലെ ഇതിൻ്റെ ഈ ഉള്ളിക്ക് അങ്ങോട്ട് പിടിക്കട്ടെ. ഞാൻ തിരിച്ചിടുന്നാലും നമുക്ക് മറ്റേ ഭാഗത്തും കൂടി തേച്ചെടുക്കാം. അടിപൊളി സെറ്റ് മസാല സെറ്റ്. അപ്പം മസാലയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ വെച്ചെടുക്കാം. ഇത് നാടനാണ്, നല്ല രസമുണ്ടാവും. ഞാൻ അപ്പുറത്തൊന്നും കൂടി തിരിച്ച് നമുക്ക് അപ്പുറത്തും കൂടി വെച്ചെടുക്കാം. അവിടെ ആകട്ടെ. ഇനി ഇതിനെ നല്ല പോലെ പൊതിയണം. ഈ പൊതിയൊക്കെ പണ്ട് മീൻ പൊതിയണം. തേക്കിൻ്റെ ഇലയൊക്കെ പഴയ കാരണന്മാരൊക്കെ പറഞ്ഞു തേക്കിൻ്റെ ഇലകളെ മീൻ പൊതിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കിയത്. തേക്കിൻ്റെ ഇലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നല്ല പ്രത്യേകത. അതെ, അപ്പോൾ വാഴൻ്റെ ഇലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ടാവും. വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ വെന്ത് വേവണ ആ ഒരു മണം ഇങ്ങനെ വരുമ്പോൾ അടുത്ത പരിപാടി ഇനി ഇത് ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങാം. തീ വേണം. തീ എത്തിച്ചിട്ട് അടുപ്പ് വേഗം കത്തിക്കുക. അപ്പോൾ ആവിയിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പം തീയും കാര്യങ്ങളൊക്കെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ പുറത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ മഴ സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ചട്ടിയിലാണ് നമ്മൾ ആവിയിൽ വേവിക്കണേ. അപ്പോൾ ആദ്യം ചട്ടിയിൽ ഒരു ഇല ഇങ്ങനെ വെച്ചെടുക്കുക, നല്ലൊരു വാഴേൻ്റെ ഇല ഇങ്ങനെ വെച്ചെടുക്കുക. ഇനി ഈ വാഴേൻ്റെ ഇലയ്ക്ക് നമ്മൾ ആദ്യം പൊതിഞ്ഞ് നമ്മൾ ആവോലിനും കൂടി ഇങ്ങനെ വെച്ചെടുക്കുക. ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഒരു മൂടിയെടുത്ത് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് വേവിക്കുകയാണേ, ആവിയിൽ വേവിക്കുക. ഞാൻ അവിടെ കിടന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മറിച്ചിടാം. നമ്മൾ മറ്റേ ഭാഗം കൂടി വെച്ചെടുത്തു. ഞാൻ അടച്ചേക്കാം. അപ്പം നമ്മൾ മറിച്ചിട്ടില്ലേ, ഇനി തീയൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഞാൻ ആവി കിടന്നങ്ങനെ വേവട്ടെ. അപ്പം നമ്മളെ സംഭവം അടിപൊളി റെഡി ആയിട്ടുണ്ട്. ആവോലി മീൻ ഒരു 40 മിനിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുറന്ന് കാണിച്ചുതരാം. അപ്പോൾ എന്താ വാസന, തുറന്നു നോക്കുക. നല്ലോണം വെന്തുണ്ട്. തൊലിയൊക്കെ ഇവിടുന്ന് വിട്ടു പോന്നിട്ടുണ്ട്.
അത് കോരിട്ട് ഈ ഇലയ്ക്ക് ഇടും. ഒന്ന് തൊട്ട് വെക്കുക. ചോറ് വിശക്കുണ്ട്. അവിടെ നിക്കി സന്തോഷേട്ടാ. ഒറ്റയ്ക്ക് കൊടുക്കണ്ടാവല്ലോ കേട്ടോ. ആർക്കും കൊടുക്കണ്ട. എന്നാലും നമുക്ക് ഇന്ന് റെഡിയാക്കി ഒന്ന് നല്ലപോലെ ഇലക്കിലൊക്കെ വെച്ചിട്ടല്ലേ. അപ്പൊ ഇതെന്താണ് ആവോലി കാന്താരി അല്ലേ? കാന്താരി. കാന്താരി അവരെല്ലാം പേരാട്ടോ. ആവോലിക്ക് പറ്റിയൊക്കെ പേരട്ടെ. അപ്പൊ ഞാൻ ചോറും കൂടി തിന്നാനുള്ള പരിപാടിയാണ്. ചോറ് വേണ്ടത്. ചോറില്ലാതെ തന്നെ ഇത് കഴിക്കും. അത്രയ്ക്കും സ്മെല്ല് കിട്ടിയിട്ടുണ്ടല്ലോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പഞ്ഞി പോലെ. ഇങ്ങനെയല്ലത്. ഞാൻ കഴിച്ചോക്കട്ടെ. അല്ല പഞ്ഞി പോലെ. എന്താ ഇതിനൊക്കെ പറയാ? എന്താ പറയാ, നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾക്ക് കിട്ടുന്ന ഫുള്ള് പറഞ്ഞോളി. ഏതായാലും സംഭവം അടിപൊളി സൂപ്പറാണ്. ഒരു രക്ഷയില്ല. പിന്നെ എന്താ വെച്ചാലേ ഇതിൽ നമ്മൾ ചേർത്ത് കുരുമുളകാണ്. വയറിന് നല്ല സംഭവമാണ് കുരുമുളക്. പിന്നെ കാന്താരി മുളക് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ലേശം വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. അത് നമുക്കിത് ആ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ മീനാവണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാ മീനുകളും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. വയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങണ ചുവന്ന മുളകില്ല, അതൊന്നും എൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞാൽ നാച്ചുറലായിട്ട് നല്ല പച്ച കുരുമുളക് കാന്താരി, വയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഏത് മീനായാലും അങ്ങനെ കൈകാര്യം ചെയ്യാം കേട്ടോ. അപ്പം എന്താ പറയാനുള്ളേ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റാണ്, വയറിന് നല്ലതാണ്. ഇതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞാണ്, എന്നാലും ഒന്നും കൂടി പറയാണ്. എന്താ ചേട്ടാ, ഞാൻ രാക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ വയറ് കേടരും. മനു വയ തുറക്കുമോനെ, എങ്ങനുണ്ട്? അടിപൊളി അടിപൊളി സെറ്റ്. നല്ല രസമുണ്ട്. കാന്താരി മുളകിന്റെ ടേസ്റ്റ് വരുന്നില്ലേ? പച്ച പിന്നെ ആ ഒരു പച്ച ചവർപ്പ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല, നല്ല സെറ്റ് വന്നിട്ടുണ്ട്. അടിപൊളിയായില്ലേ? ആ കരിവേപ്പിന്റെ ഇലയൊക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് അല്ലേ? ഒരു കഷ്ണം കൂടി കേട്ടോ, ഞാൻ എടുത്തു തരും. ഈ എന്തിനാ ബേജാറാവണേ? എന്തിനാ ആക്രാന്തം കാട്ടുന്ന കുട്ടിയെ? ഞാൻ ഊതിയിട്ട് തരാം. നല്ല പഞ്ഞി പോലത്തെ അല്ലേ? അടിപൊളി. നല്ല പോലെ വന്നിട്ടുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ കൊതി പിടിച്ചിരിക്കണ്. സോനുണ്ട്, ചിന്നുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവർക്കൊക്കെ നമുക്കിത് കൊണ്ടേ കൊടുക്കണം. കൊണ്ടേ കൊടുക്കാൻ ഉണ്ടാവുമോ? ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നാളെ. ഇനിയിപ്പോ എവിടേക്കാ പോണേ? അടുത്ത പരിപാടി വേറെ ഉണ്ട്. എന്താ അവിടെ? നിങ്ങളെന്താ പുഴമീൻ്റെ എന്താ സംഭവം പറഞ്ഞല്ലോ? പുഴമീനുണ്ട്, ഞാൻ ഇന്നലെ പിടിച്ചിരുന്നു കുറച്ച്. നിങ്ങൾ വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അവിടെ പിടിക്കുമ്പോൾ നിങ്ങൾ വിളിക്കണം കേട്ടോ. നമ്മൾ പുഴമീനൊക്കെ ഒന്ന് പോയിട്ട് ഇതുപോലെ അല്ലെങ്കിൽ വേറെ വെറൈറ്റി രീതിയിൽ പുഴമീൻ ഉണ്ടാക്കാം. മനു, വേറെ വെറൈറ്റി രീതിയിൽ പുഴമീൻ ഉണ്ടാക്കലുണ്ട്. നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. മഴയൊന്നും ഇല്ലാത്തൊരു ദിവസം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടെടുക്കാം. അപ്പോൾ അതേപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ആരും ബേജാറാവണ്ട, ഇടങ്ങേറാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.